അള്ളാഹു പറഞ്ഞില്ലേ, എന്നെ കുറിച്ച് എന്റെ അടിമ എന്ത് കരുതുന്നു ഞാൻ കൊടുക്കും. നാളെ അള്ളാഹു പ്രതീക്ഷയാണ് വേണ്ടത്. നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഒരുത്തന്റെ നന്മ തിന്മകൾ തൂക്കിയിട്ട് അള്ളാഹ് പറയും, നീ പൊക്കോടാ നരകത്തിന്റെ അവകാശിയ. ഓന അള്ളാഹു നരകത്തിലോട്ട് പറഞ്ഞുവിടും. ഓനാണെങ്കിൽ കുറച്ച് മുന്നോട്ട് നടക്കും, തിരിഞ്ഞ് അള്ളാഹനെ നോക്കും. വീണ്ടും മുന്നോട്ട് നടക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും. വീണ്ടും മുന്നോട്ട് നോക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും. ഓടാ ഓടാ എന്ന് പറയുന്നതിനനുസരിച്ച് ഇവൻ തിരിഞ്ഞിരിഞ്ഞു നോക്കാം. അവസാനം ഈ മനുഷ്യൻ നടന്ന് നടന്ന് മലക്കുകൾ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയപ്പോ അള്ളാഹ് വിളിച്ചു, ഇങ്ങ് വാടാ, നീ അടുത്ത് വാ. നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞാ പോയാ പോലെ, നീ എന്തിനാടാ പിന്നെയും പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയേ? അള്ളാഹ് ചോദിക്ക, നീ പിന്നെയും പിന്നെ എന്തിനാ നീ തിരിഞ്ഞു നോക്കിയേ? അല്ല പടച്ചോനെ, അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. അള്ളാഹ്, ഞാൻ ദുനിയാവിൽ പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവെ, നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. നിന്റെ അടിമയോട് നിനക്ക് വല്ലാത്ത സ്നേഹമാണ്, നീ കരുണയുള്ളവന്. പടച്ചവനെ, ഞാനിങ്ങനെ നിന്റെ മുഖത്തേക്ക് കരഞ്ഞുകൊണ്ട് നോക്കുമ്പോ എന്റെ സങ്കടം കണ്ടിട്ട് കേറി പോടാ എന്ന് പറഞ്ഞേക്കുമോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. ഇങ്ങനെ എന്റെ കണ്ണുനീര് കണ്ടിട്ട്, എന്റെ സങ്കടം കണ്ടിട്ട് തിരിച്ചു കയറി സ്വർഗത്തിലേക്ക് പോടാ എന്ന് നീ പറഞ്ഞു വിടുമെന്നുള്ള പ്രതീക്ഷയെ നോക്കിയതാണ്.